عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുവാൻ അടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തി നന്മകൾ ചെയ്ത് നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച സ്വർഗാവകാശികളായി തീരുന്ന വിജയികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിനെ നാം വിട പറയുമ്പോൾ അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ്റെ മേൽ നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് സകാത്തുൽ ഫിത്ർ അഥവാ ഫിത്ർ സകാത്ത്. അതൊരു ഐച്ഛികമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായിട്ടുള്ള കർമ്മമാണ്. സാധാരണഗതിയിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് അതൊരു ഐച്ഛികമായിട്ടുള്ള ദാനധർമ്മമാണ്. അതുകൊണ്ട് തന്നെ പലരും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയോ അത് നൽകുന്നതിൽ ശുഷ്കാന്തി കാണിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണാറില്ല. ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഫിത്ർ സക്കാത്തിൻ്റെ നിർബന്ധമാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുവാൻ, അത് എന്തെങ്കിലും കാരണവശാൽ സമയത്തിന് നൽകാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സഹായം എന്ന നിലക്ക് നമ്മൾ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് സംഘടിതമായിട്ട് നൽകുന്ന ഒരു സമ്പ്രദായം എല്ലായിടത്തുമുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടായ ഒരു അനുഭവം സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഫിത്ർ സക്കാത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ കാണുകയും അത് നൽകൽ നിർബന്ധമാണ്, നിങ്ങൾക്ക് നൽകാൻ കഴിയില്ലെങ്കിൽ ആ വിഷയത്തിൽ ഞങ്ങൾ സഹായിക്കാൻ, നിങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് സഹായിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ തോത് ഇത്രയാണ്, അതിന് ഇത്ര പൈസ വരും എന്ന് പറഞ്ഞ് നമ്മളൊരു ഉദാഹരണമായിട്ട് ആദ്യ കാലഘട്ടത്ത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്ത് ഒരു 10 റിയാലോ 15 റിയാലോ ഒക്കെയാണ് ഇതിനാവുക എന്ന് പറഞ്ഞാൽ സശ്രദ്ധം കേട്ടതിന് ശേഷം ചിലപ്പോൾ 2 റിയാലോ അല്ലെങ്കിൽ 5 റിയാലോ ഒക്കെ എടുത്തിട്ട് തന്നിട്ട് നമ്മളുടെ എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന നിലക്കാണ് അവർ ആ വിഷയത്തെ കണ്ടിരുന്നത്. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിരന്തരമായ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നിർബന്ധമായിട്ടുള്ള കർമ്മമാണ്, ഐച്ഛികമായിട്ടുള്ളൊരു കർമ്മമല്ല. ഇമാം ബുഖാരി മുസ്ലിമും രേഖപ്പെടുത്തിയ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ മിൻ റമളാൻ. റമളാനിൻ്റെ സമാപനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സകാത്ത് നിർബന്ധമാക്കി, ഫർദാക്കി. സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈർ, കാരക്കയിൽ നിന്നുള്ള ഒരു സാഅ് അല്ലെങ്കിൽ ബാർലിയിൽ നിന്നുള്ള ഒരു സാഅ്. ആരുടെ മേൽ? അലൽ അബ്ദി വൽ ഹുർരി വദ്ദക്കരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട
അടിമയും സ്വതന്ത്രനും പുരുഷനായാലും സ്ത്രീയായാലും ചെറിയവരായാലും വലിയവരായാലും എല്ലാവരുടെയും മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചെലവിൽ കഴിയുന്ന ആളുകളുടെ ഭാര്യ, മക്കൾ പോലെയുള്ള അയാളുടെ കീഴിൽ കഴിയുന്ന ആളുകളുടെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. സഹോദരന്മാരെ, എന്താണ് ഇങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഉണ്ടാവുന്ന നേട്ടം എന്നതിനെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഹിക്മത്ത് എന്താണ്, അതിൻ്റെ യുക്തി എന്താണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഇമാം അബൂ ദാവൂദും അതേപോലെ തന്നെ ഇബ്നു മാജയൊക്കെ ഉദ്ധരിക്കുന്ന സഹീഹായിട്ടുള്ള ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ ഫർദാക്കി, നിർബന്ധമാക്കി. എന്തിനു വേണ്ടി? തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്. നോമ്പുകാരൻ്റെ നോമ്പിലുണ്ടാകുന്ന വീഴ്ചകൾക്കും അബദ്ധങ്ങൾക്കും ഒരു ശുദ്ധീകരണമായി, വതുഅമത്തൻ ലിൽ മസാക്കീൻ, പാവപ്പെട്ടവർക്കുള്ളൊരു ഭക്ഷണമായിട്ടുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർബന്ധമാക്കിയത്. രണ്ട് മഹത്തായ ലക്ഷ്യങ്ങൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കുന്നതിലൂടെ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. ഒന്ന്, ഒരു നോമ്പുകാരൻ എന്ന നിലക്ക് നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന നമ്മിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ, മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നോമ്പിനെ ശുദ്ധീകരിക്കുവാൻ ഉപകാരപ്പെടും. രണ്ടാമതായി, പെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് അതിൻ്റെ പവിത്രമായ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ഓരോ പ്രദേശത്തുമുള്ള ആളുകളുടെ മുഖ്യ ആഹാരം എന്താണോ അതാണ് സക്കാത്തുൽ ഫിത്റായിട്ട് നൽകേണ്ടത്. അതിനു പകരം വസ്ത്രമോ പാത്രമോ മറ്റു ഉപകരണങ്ങളോ ഒന്നും നൽകിയാൽ അത് സാധുവാവുകയില്ല. മാത്രവുമല്ല, സക്കാത്തുൽ ഫിത്റിന് പകരം അതിന് തുല്യമായിട്ടുള്ള സംഖ്യ നൽകിയാലും ഫിത്ർ സക്കാത്ത് നൽകിയ ആ ഒരു കടമ നീങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണ പദാർത്ഥം തന്നെയാണ് നൽകേണ്ടത്. അരിയോ ഗോതമ്പോ കാരക്കയോ അങ്ങനെ ഓരോ നാട്ടിലുമുള്ള ആളുകളുടെ പ്രധാനമായിട്ടുള്ള മുഖ്യമായിട്ടുള്ള ആഹാരം എന്താണോ അതിൻ്റെ ഒരു സാഅ് ആണ് ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത് നിർബന്ധമാണ് എന്നുള്ള കാര്യം ഗൗരവത്തോടെ ഉൾക്കൊള്ളുകയും അതിൻ്റെ പിന്നിൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു യുക്തി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും, അതായത് നമ്മുടെ നോമ്പിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന നോമ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ളൊരു ശുദ്ധീകരണം, അത് വലിയൊരു നേട്ടമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം മനുഷ്യനാണ്, ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാം. നോമ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന വാക്കുകളോ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെ ശുദ്ധീകരിക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് സക്കാത്തുൽ ഫിത്ർ. രണ്ടാമത്തേത്, പാവപ്പെട്ട ആളുകൾ ഭക്ഷണമില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് അന്നേ ദിവസം ഉണ്ടാവാൻ പാടില്ല എന്ന മഹത്തായ ലക്ഷ്യവും ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കുന്നതിലൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിൻ്റെ
സമാപനത്തോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ ഈ പുണ്യകർമ്മവും കൂടി ചെയ്തുകൊണ്ട് പരിശുദ്ധ റമദാനിനെ നാം യാത്രയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.